നമസ്കാരം, ഞാൻ അജേഷാണ്. ലൈഫ് കോച്ചിക്ക് വേണ്ടി ഇലഞ്ഞി നിന്നും. ഇലഞ്ഞി സെൻറ്റ് പീറ്റേഴ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹയർ സെക്കൻഡറി വിഭാഗം NSS യൂണിറ്റിൻ്റെ ആഭിമുഖ്യത്തിൽ അതിജീവനം 2021 എന്ന പേരിൽ ഒരു 7 ദിവസത്തെ ക്യാമ്പ് നടക്കുകയാണ്. ബഹുമാനപ്പെട്ട കൂത്തറോളം പോലീസ് സ്റ്റേഷനിലെ CI മോഹൻദാസ് സാറാണ് ഈ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ വാർത്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരുപാട് സമൂഹത്തിലെ ചെറുപ്പക്കാരായ ആൾക്കാർ മറ്റ് പല മേഖലകളിലൂടെ നാർക്കോട്ടിക് ഡ്രഗ്സിലെയും മറ്റ് പല മേഖലയിലും മോശമായ മറ്റ് പല കാര്യങ്ങളിലേക്കും വഴിതെറ്റിപ്പോകുന്ന അത് ഏറ്റവും കൂടുതലായി കണ്ടുവരുന്നൊരു കാലഘട്ടമായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് അങ്ങനെയൊക്കെ വഴിതെറ്റി പോകുമ്പോൾ ആ ചെറുപ്പക്കാരൻ്റെ വീട് മാത്രമല്ല, ഈ സമൂഹവും ഈ രാജ്യവും ഒക്കെ ഒരു നാശത്തിന്റെ പാതയിലേക്കാണ് പോകുന്നത്. അപ്പൊ അങ്ങനെ പോയാൽ നമ്മുടെ രാജ്യത്തിന്റെ വളർച്ച അവസാനിക്കുകയാണ്. അപ്പൊ അങ്ങനെ പോകാതെ നമ്മുടെ സമൂഹം, നമ്മുടെ തലമുറ ഏറ്റവും മികച്ചവരായി വരണം എന്നാണ് നമ്മുടെ ഭരണ സംവിധാനവും ഒക്കെ ആഗ്രഹിക്കുന്നത്. കാരണം നിങ്ങളുടെ വളർച്ച അല്ലെങ്കിൽ നിങ്ങളുടെ ഉന്നതി എന്ന് പറയുന്നത് നിങ്ങളുടെ പേരൻസിന്റെ മാത്രം ലക്ഷ്യമല്ല. നേരത്തെ അങ്ങനെയായിരുന്നു. നമ്മളുടെ വീട്ടിലെ കുട്ടി ഏറ്റവും നല്ല രീതിയിൽ പോവുക എന്നുള്ളത് അച്ഛൻ്റെ അമ്മയുടെയും ആഗ്രഹമായിരുന്നു. പിന്നെ അച്ഛൻ്റെ അമ്മയുടെ മാത്രമല്ല, അധ്യാപകരുടെയും ആഗ്രഹമായിരുന്നു. നിങ്ങളെ പഠിപ്പിക്കുന്ന ഗുരുക്കന്മാരുടെ ആഗ്രഹമാണ് ഞാൻ പഠിപ്പിക്കുന്ന കുഞ്ഞ് ഏറ്റവും നല്ല വിദ്യാഭ്യാസം ചെയ്യണം, നല്ലവരായി വരണമെന്നുള്ളത്. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. ഈ സമൂഹം മൊത്തം, ഈ സമൂഹത്തിലെ എല്ലാവരും, ഓരോ കുട്ടിയും ഏറ്റവും നല്ലവരായി വരണം എന്നുള്ള ആഗ്രഹം മാത്രമല്ല, അത് ഉത്തരവാദിത്തമാണ്. സമൂഹത്തിന്റെ ഉത്തരവാദിത്തമാണ് നിങ്ങളെല്ലാവരും. എൻ്റെ വീട്ടിലെ കുട്ടി മാത്രമല്ല, നിങ്ങളെല്ലാവരും ഏറ്റവും നല്ലവരായി വരണം. അപ്പൊ ആ ഉത്തരവാദിത്തം നിറവേറ്റുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെയുള്ള പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കുന്നത്. കുറച്ചു മുമ്പേ മോഹൻദാസ് സാറ് പറഞ്ഞായിരുന്നു, ഈ സ്കൂളിന് ഇത്ര നാളത്തെ പഴക്കമുണ്ട്, അതുകൊണ്ട് ഇവിടെ നിന്ന് പഠിച്ചിറങ്ങിയവർ എല്ലാവരും നല്ല നല്ല പ്രമുഖരായിട്ട് പോയേക്കുന്ന ഒത്തിരി വ്യക്തികളുണ്ട്. അപ്പോൾ ഈ സ്കൂളിൻ്റെ ഒരു പശ്ചാത്തലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പള്ളിയോട് ചേർന്ന് നിൽക്കുന്ന ഒരു സ്കൂളായതുകൊണ്ട് പള്ളിയിൽ നിന്നുള്ള എല്ലാ സഹായ സഹകരണങ്ങളും നമുക്കുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ മുന്നോടിയായിട്ടാണ് ഇപ്പോൾ നമുക്ക് അച്ഛൻ പറഞ്ഞു വന്നതും. അച്ഛൻ നമ്മളോട് എപ്പോൾ എന്ത് സഹായത്തിനും കുട്ടികളോടൊപ്പം ഇവിടുത്തെ വികാരി അച്ഛൻ ഉണ്ടായിരിക്കും. പല പ്രാവശ്യം അച്ഛൻ മാറി വരുന്നുണ്ടെങ്കിലും അപ്പോഴുള്ള ഏതച്ഛനാണേലും നമുക്ക് സ്കൂളിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എപ്പോഴും എല്ലാ സഹായവും ഉണ്ടായിരിക്കും. ഇത് നിങ്ങൾക്ക് വേണ്ടിയ ഒരു വലിയ ഭാഗ്യമാണ്. എക്കാലവും നിങ്ങളുടെ മനസ്സിൽ ഈ സ്ഥാപനത്തിൽ ജീവിക്കുവാൻ കഴിഞ്ഞതിലുള്ള അഭിമാനം നിലനിർത്തുന്നതോടുകൂടി അതിലുപരിയായിട്ട് NSSന്റെ പ്രവർത്തകരാകാൻ കഴിഞ്ഞതിൻ്റെ വലിയ ഓർമ്മകളായിരിക്കും നിങ്ങളുടെ മനസ്സിൽ. അതെന്നും നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളിലും വഴികാട്ടിയും പ്രചോദനമാകും, സംശയമില്ല. ഞാൻ കൂടുതലായിട്ട് ദീർഘിപ്പിക്കുന്നില്ല. നിങ്ങളുടെ ഈ ക്യാമ്പിലും ഇതിൻ്റെ എല്ലാ നടപടികൾക്കും എല്ലാ സഹായങ്ങളും എല്ലാ വിധത്തിലുമുള്ള പ്രോത്സാഹനങ്ങളും അർപ്പിക്കുകയാണ്. കഴിഞ്ഞ വർഷം NSS ക്യാമ്പ് നിങ്ങൾക്കറിയാം, കോവിഡ് മഹാമാരി കാരണം നമുക്ക് നടത്താൻ പറ്റിയിരുന്നില്ല. നിങ്ങൾ ശരിക്കും സെക്കൻഡ് ഇയർ, ഇപ്പോൾ ഫസ്റ്റ് ഇയറിലാണ്, കഴിഞ്ഞ വർഷമായിരുന്നു നിങ്ങളുടെ ക്യാമ്പ് നടക്കേണ്ടിയിരുന്നത്. അത് ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ നമുക്ക് നടത്താൻ പറ്റാതെ പോയി. അതിന് മുമ്പുള്ള വർഷങ്ങളിൽ സാധാരണ നടത്തിക്കൊണ്ടിരുന്നത് 7 ദിവസത്തെ ക്യാമ്പ്, പകലും സന്ധ്യയ്ക്കും ഒരുപോലെ ഉപയോഗിച്ചുകൊണ്ട് 7 ദിവസത്തെ ക്യാമ്പായിരുന്നു നമ്മൾ നടത്തിക്കൊണ്ടിരുന്നത്. അത് NSS മഹാമാരി കാരണം ഈ വർഷം ലിമിറ്റ് ചെയ്ത് 7 ദിവസം ഉണ്ടെന്നേ ഉള്ളൂ. പക്ഷേ രാവിലെ 9 മണിക്ക് സ്റ്റാർട്ട് ചെയ്ത് വൈകുന്നേരം 5 മണിക്ക് തീരുന്ന രീതിയിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അത് പ്രോട്ടോക്കോളെല്ലാം പാലിച്ചുകൊണ്ടാണ് നടത്തുന്നത്. ഈ ക്യാമ്പ് വഴി വളരെയധികം മാനസികമായിട്ടുള്ള വളർച്ച, അതുപോലെ നമുക്ക് ഭൗതികമായ നേട്ടങ്ങൾ ഉണ്ടാകും. നമുക്ക് സ്വാതന്ത്ര്യം ഉണ്ടെങ്കിലും പലതരത്തിലുള്ള അടിമത്തങ്ങൾ നമ്മെ ഗ്രസിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. മാനസികമായിട്ടുള്ള അടിമത്തം, സാമൂഹികമായിട്ടുള്ള അടിമത്തം, അതുപോലെ തിന്മയുടെ അടിമത്തം. അപ്പോൾ ഈ മാനസികമായിട്ടുള്ള അല്ലെങ്കിൽ സാമൂഹികമായിട്ടുള്ള അടിമത്തമൊക്കെ മാറ്റുന്നതിന് വേണ്ടിയാണ് വിദ്യാഭ്യാസം വഴി നമ്മൾ നേടുന്ന സാമൂഹിക പുരോഗതി വഴി നമുക്ക് ഈ സാമൂഹികമായിട്ടുള്ള അടിമത്തം മാറ്റാൻ കഴിയും. അതിനുവേണ്ടിയാണ് വിദ്യാഭ്യാസം. അതുപോലെ ഈ മാനസികമായിട്ടുള്ള അടിമത്തം മാറ്റുന്നതിന് തികച്ചും മൊത്തം ഇത്രയും ക്യാമ്പുകൾ
ഇത്തരം ക്യാമ്പുകൾ വഴി നിങ്ങൾക്ക് നല്ലൊരു ഫോർമേഷൻ ലഭിക്കും. ഈ ക്യാമ്പ് നിങ്ങൾ തികച്ചും ഫലപ്രദമാക്കണം. അതുപോലെ തിന്മയുടെ ഒരു അടിമത്തത്തിൻ്റെ അഴിഞ്ഞാണ് പറഞ്ഞത്. നമ്മൾ സ്വയം ചെന്നയാടുന്ന ചില തെറ്റായ കുട്ടികളുടെ ബന്ധങ്ങൾ, അതുപോലെ ഈ മറ്റു മാധ്യമങ്ങളുടെ തെറ്റായ ഉപയോഗമാണ്. അപ്പോൾ അതൊക്കെ അതിലൊക്കെ അകപ്പെട്ടു പോയാൽ നമ്മൾ സ്വയം സ്വാതന്ത്ര്യം ഉണ്ടെന്ന് പറഞ്ഞാൽ പോലും നമ്മൾ സ്വയം അടിമത്തത്തിൻ്റെ ചങ്ങല കൊണ്ട് നമ്മളെ വലിഞ്ഞു കൊടുക്കുകയായിരുന്നു. അപ്പോൾ ഇത്തരം തിന്മകളിൽ നിന്ന് ഒഴിവാകാനായിട്ട് നമുക്ക് ശ്രമിക്കാം. അപ്പോൾ അതിനൊക്കെ വളരെയധികം പ്രയോജനം ചെയ്യുന്ന ഒരു ക്യാമ്പാണിത്. NSS വോളണ്ടിയേഴ്സിനായി സാധാരണഗതിയിൽ ക്യാമ്പ് സംഘടിപ്പിക്കാറുള്ളത് +1 ക്ലാസ്സിനോടനുബന്ധിച്ചാണ്. +1 അവസാനത്തെ അവധിക്കാലമായ ഈ ക്രിസ്മസ് അവധിക്കാലത്താണ് ക്യാമ്പ് സംഘടിപ്പിക്കാറുള്ളത്. പക്ഷേ കഴിഞ്ഞ വർഷം ഈ പാൻഡമിക് ആയതുകൊണ്ട് കുട്ടികൾക്ക് താമസിച്ചുള്ള ഒരു ക്യാമ്പ് സംഘടിപ്പിക്കാൻ സാധിച്ചിരുന്നില്ല. അതിന് പകരം ഈ വർഷം +2 ബാച്ചിനാണ് ഒരു സപ്തദിന ക്യാമ്പ്, അതിജീവനം 2021 എന്ന് പേരിട്ടിരിക്കുന്ന ഒരു ക്യാമ്പ് സംഘടിപ്പിച്ചിരിക്കുന്നത്. കുട്ടികളുടെ നേതൃത്വശേഷിയും സംഘടനാ പാഠവും സാമൂഹിക പ്രതിബദ്ധതയും ആളുകളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള സ്കില്ലും ഒക്കെ മികവുറ്റ രീതിയിൽ വളർത്തിയെടുക്കുക എന്നുള്ളത് തന്നെയാണ് ഈ ഒരു ക്യാമ്പിൻ്റെ ലക്ഷ്യം. ഈ പ്രാവശ്യത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നൈറ്റ് ക്യാമ്പില്ല, ഡേ ക്യാമ്പേ ഉള്ളൂ. അപ്പോൾ ഈ ഡേ ക്യാമ്പിൽ പോലും കുട്ടികൾ ഫുഡ് അവർ തനിയെ ഉണ്ടാക്കി ബാക്കിയുള്ളവർക്ക് കൂടി പങ്കുവയ്ക്കുന്ന ഒരു ക്യാമ്പിൻ്റേതായ എല്ലാ അറ്റ്മോസ്ഫിയറും ഇതിനകത്തുണ്ട്. പ്രോജക്റ്റ് വർക്കുകൾ, അതുപോലെ അവരുടെ സെമിനാറുകൾ, ക്ലാസ്സുകൾ, വിവിധ തലങ്ങളിലുള്ള വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന അനുഭവസമ്പന്നരായിട്ടുള്ള ആളുകൾ നയിക്കുന്ന ക്ലാസ്സുകൾ തന്നെയാണ് ഇവിടെ സംഘടിപ്പിക്കപ്പെടുന്നത്. അതുപോലെ കുട്ടികളുടെ കലാപരിപാടികൾ, അതൊക്കെ ഇതിൻ്റെ ഒരു ഭാഗമാണ്. ഇലഞ്ഞി സെൻറ്റ് പീറ്റേഴ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റ് കുട്ടികൾക്ക് വളരെയധികം നല്ല രീതിയിൽ പ്രയോജനപ്പെടുന്ന ഒരു സംഘടനയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതേപോലെ തന്നെ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ഈ സ്കൂളിലും അതുപോലെ തന്നെ നമ്മുടെ ഈ ഇലഞ്ഞി പഞ്ചായത്തിലും ഒക്കെ ആയിട്ട് ഒരുപാട് നല്ല കാര്യങ്ങൾ NSS യൂണിറ്റിൻ്റെ ആഭിമുഖ്യത്തിൽ ഇവിടെ സംഘടിപ്പിച്ചിട്ടുണ്ട്. കൂടുതൽ നല്ല കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് ഇലഞ്ഞി സെൻറ്റ് പീറ്റേഴ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ NSS യൂണിറ്റിന് സാധിക്കട്ടെ എന്ന് ലൈഫ് കൊച്ചിക്ക് വേണ്ടി ആശംസിക്കുകയാണ്. മറ്റൊരു വിശേഷം എന്നുവരയ്ക്കും വിടാം.